അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടാ ഷോർട്ടുകളാണ് ഇടാറ്. അപ്പം ഞാൻ ഈ ചോപ്പ് മാത്രം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോപ്പ് മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ചോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മസ്കറ്റിൽ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് താമസിക്കായിരുന്നു എൻ്റെ കഷ്ടകാലങ്ങളൊക്കെ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബംഗാളി മുക്കിൽ 5 വർഷമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഫ്ലാറ്റ് ഒന്ന് മാറുക, പൈസ കുറവിന് കിട്ടിയെങ്കിൽ മാറുക എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഒരു ചെറുക്കനായിട്ട് പരിചയമുണ്ട്, ചെറിയ ചെറുക്കനാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, മോനെ ഇങ്ങനെ എവിടെയാണ് ഒരു ഫ്ലാറ്റ് കിട്ടുക പൈസ കുറവിനെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഞാൻ സൂറിലാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, സൂറിൽ അറബികളായിട്ട് പരിചയമുണ്ട്, അപ്പോൾ ഞാൻ അവിടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ നീ വേഗം ശരിയാക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു, പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫ്ലാറ്റ് റെഡിയാക്കിയിട്ട് എനിക്ക് വിളിച്ചു, ചേച്ചി ഫ്ലാറ്റ് റെഡി ആയിട്ടാ, 200 റിയാലാണ് വാടക, കുഴപ്പമില്ലടാന്ന് പറഞ്ഞു. നല്ല ഫ്ലാറ്റാണ്, 3-ാം നിലയുടെ മോഡലാണ്, പുതിയ ഫ്ലാറ്റാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നാൽ നീ 2 പണിക്കാരെയും വിളിച്ച് വണ്ടിയും വിളിച്ച് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ 2 പണിക്കാരെയും വിളിച്ച് വലിയൊരു ടിപ്പർ വണ്ടി വിളിച്ച് വന്നു കഴിഞ്ഞ് AC മുഴുവൻ 3 AC കഴിച്ച് അത് വെച്ചു, ഡിഷ് എടുത്ത് വെച്ചു, പാത്രങ്ങൾ വെച്ചു, അളമാരി, കട്ടില്, എല്ലാ സാധനവും വണ്ടിയിൽ കയറ്റി, ഫുള്ള് വണ്ടിയിൽ. ഞാൻ എൻ്റെ കൂട്ടുകാരി മാത്രമുള്ള ആന്ധ്രക്കാരിയാണ്. ഞങ്ങൾ 2 പേരും ബാക്കിൽ ഒരു ടാക്സിയിൽ. അങ്ങനെ സൂറിലേക്ക് 3 മണിക്കൂർ നേരം വണ്ടിയിലിരുന്നു. സൂറെന്ന് കേട്ടിട്ടുള്ള. അങ്ങനെ വണ്ടിയിലിരുന്ന് 3 മണിക്കൂർ കടലിൻ്റെ ഓരത്ത് കൂടെ അങ്ങനെ കടലോരത്ത് കൂടി അങ്ങനെ പോണത്. പോയി പൊന്നെ കടലോരത്ത് വീടുകളൊന്നുമില്ല. പിന്നെ ചെല്ലണത് ഒരു ഗ്രാമത്തിലേക്ക്, അതും കടലോരത്തന്നെ. ഈ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഫ്ലാറ്റിൻ്റെ മുന്നിലേക്ക് ഇവൻ കൊണ്ടുപോയി നിർത്തി, ചേച്ചി ഇതാട്ടാ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തടുത്ത് ഫ്ലാറ്റുകളുണ്ട്. ശരിയെന്നും പറഞ്ഞു ഭഗവാനെ. ഞങ്ങൾ 2 കയറി. ഇവർ സാധനങ്ങളൊക്കെ 3-ാം നിലയിലെ മുകളിൽ കയറ്റി കുറേ കഷ്ടപ്പെട്ടു. മുകളിൽ ഡിഷ് വെച്ചു, 3 AC ഫിറ്റ് ചെയ്തു, അളമാരി, കട്ടില്, പാത്രങ്ങൾ എല്ലാം കൊണ്ടുപോയി. 3 റൂമുണ്ട്, ഒരു ഹാളുണ്ട്, ഒരു അടുക്കളയുണ്ട്, 2 ബാത്റൂമുണ്ട്. എല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഫ്ലാറ്റ് മാറിയപ്പോൾ ഒരു പേടി പോലെ. അപ്പം ഞാൻ റിയോട് പറഞ്ഞു, റിയോ ഒരു സുഖലടിയെ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടേക്ക് ആൾക്കാരൊക്കെ ആവണ്ടായെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നമുക്കൊന്ന് എന്തായാലും സൂക്കിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ സൂക്കിൽ പോയി. പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റൊക്കെ ഉണ്ട്, കടലോരമുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോയി കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെണ്ണായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവൾ ഹൗസ് മെയ്ഡ് കടയിൽ വന്നതാണ്. അപ്പം അങ്ങനെ സംസാരിച്ചു, സൂറിനെ കുറിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, അപ്പം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. റോവിയിൽ. അയ്യോ, ഇത്ര നല്ല സ്ഥലം ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ കള്ളന്മാരെ കൊള്ളേട്ടാ, നല്ല സ്ഥലം എന്നല്ല, പേര് സൂറ് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമെന്ന് എല്ലാവരും വിചാരം. കള്ളന്മാരെ കൊള്ളേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ അവിടെ ബംഗാളികളെ നിറച്ചായിക്കോട്ടെ, ബംഗാളികളെ നല്ലത്, മലയാളികളെക്കാളും അവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല എന്ന്. ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്, ബംഗാളികളെ നിറച്ച് ചെറിയ താഴത്തെ കൂരകളാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല ബഹുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ രാത്രി ഫ്ലാറ്റിൽ വന്ന് ഒരു ലേശരിയിട്ട് വെച്ച് കഞ്ഞിയാക്കി. ഞങ്ങൾ കഞ്ഞിയും കുടിച്ച് ഉറക്കമില്ല. അപ്പം ഞാൻ റിയോട് പറഞ്ഞു, റിയ നമുക്ക് നിൽക്കണ്ട, നമുക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ പോവുക ചേച്ചി, ഇവിടെ നിൽക്കണ്ട, എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞു. ഞങ്ങൾ ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുക്കനോട് ഇടാൻ മോനെ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലടാ അവിടെ നിൽക്കുക, ഒരു സുഖമല്ലടാ, തിരിച്ചു പോകാൻ. അപ്പോൾ ആ ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ടില്ല കേട്ടാ, ബംഗാളി മുക്കിലത്തെ. എന്നാൽ ശരിയെന്നും പറഞ്ഞ് വേഗം ഇവനോട് പറഞ്ഞു, വന്ന വണ്ടി തന്നെ വിളിക്കിന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവൻ വണ്ടി വിളിച്ച് കൊണ്ടുവന്നു, 2 പണിക്കാരെ കൊണ്ടുവന്നു. വീണ്ടും ഈ AC മുഴുവൻ അതിൽ കയറ്റി, ഈ ഡിഷും എല്ലാ സാധനങ്ങളും കയറ്റി വരുമ്പോൾ തന്നെ ഉച്ചയായി. എല്ലാം കയറ്റി. അറബിയോട് പറഞ്ഞു, ഇവൻ പറഞ്ഞു അറബി പൈസ തരില്ല എന്ന് പറഞ്ഞു. എന്നാലും അറബിയോട് പറഞ്ഞ് സംസാരിച്ചപ്പോൾ നല്ല അറബിയാണ്, കുഴപ്പമില്ല, എന്നാൽ അവർക്ക് പോണെങ്കിൽ പൊക്കോട്ടെ, പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തിരിച്ചു തന്നോട്ടെ. അങ്ങനെ അതൊക്കെ കയറ്റി വീണ്ടും അവിടെ നിന്ന് ബംഗാളി മുക്കിൽ വന്നപ്പോൾ ബംഗാളികൾ ചോദിക്കുക, അതെന്തത് പോയോര് തിരിച്ചു വരും, നിങ്ങൾ എവിടേക്കാണ് പോയേ? അപ്പോൾ പറഞ്ഞു, അവിടെ പൈസ കുറവിന് ഫ്ലാറ്റ് കിട്ടിയപ്പോൾ പോയതാ, അപ്പോൾ ഇത് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിനാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് പറഞ്ഞു.
ആ നല്ല കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ സാധനങ്ങളൊക്കെ ബംഗളിമുക്കൽ ഫ്ലൈറ്റിൽ കയറ്റി, രണ്ടാമത്തെ നിലയെ കുഴപ്പമില്ല, പഴയ കെട്ടിടം. അങ്ങനെ അതൊക്കെ കയറ്റി വെച്ച് വൈകുന്നേരമായി, സമാധാനമായി. അങ്ങനെ അവിടെ പിന്നെ തുടർന്നു, കുഴപ്പമില്ലാണ്ട് അങ്ങനെ തുടർന്നു. അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് കള്ളം കയറി. എൻ്റെ ദൈവമേ, ഞാൻ കടയിൽ പോയി കയറി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബെല്ലടി. അപ്പോൾ ഈ ബെല്ലടി കേട്ടപ്പോൾ ഞാൻ എന്താ ഈ ബെല്ലടിക്കുന്നത് വെച്ച് ലെൻസിൽ കൂടെ നോക്കിയപ്പോഴേ ഈ അറബികളുടെ ഡ്രസ്സായിട്ട് ഇരിക്കണം. അത് ഞാൻ തുറക്കാൻ പോയില്ല, ഞാനും എൻ്റെ കൂട്ടുകാരിയുള്ളൂ, തുറന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഇയാൾ ഒരു ഗുണ്ടനെ വിളിച്ചു വരുത്തി വാതിൽ ചവിട്ടിയപ്പോൾ അകത്തേക്കാണ് കയറി. കയറി വാതിലടച്ചു. എന്നെ പിടിച്ച് ഒരു ഹാളിലേക്കും പിടിച്ച് മാറ്റി, എന്നെയും കൂട്ടുകാരീനും. എൻ്റെ ഫോൺ ഞാൻ ആ കട്ടും. അങ്ങനെ പിടിച്ച് കയറിയിട്ടേ കാശ് ചോദിക്കുക. ഭാഗ്യത്തിന് ഞാൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ഊരി അരിയിൽ പൂത്തി വെച്ചു. സ്വർണ്ണവും കാശൊക്കെ അരിയിലാണ് പൂത്തി വെച്ചു. ഭാഗ്യം അങ്ങനെ തോന്നി. ഇവരെ തപ്പിത്തരഞ്ഞിട്ട് ഇവർക്ക് ഒന്നും കിട്ടിയില്ല. കിട്ടാണ്ടായപ്പോൾ ഇവർക്ക് ആ ദേഷ്യം വന്നു. വാതിലങ്ങോട്ട് ഒരു ചാതി അടയടച്ചിട്ട് ഇവർ പോയി. അമ്മ അങ്ങനെ ഒരു കള്ളം കയറി സംഭവം ഉണ്ടായിട്ടുണ്ടല്ല. ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഇത്രയും പറഞ്ഞ് നിർത്തേട്ടാ. അപ്പോൾ ഞാൻ ഈ ചുവന്ന ഡ്രസ്സാണ് ഞാൻ ഉപയോഗിക്കട്ടോ. ചുവന്നത് ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേറെ ഒരു ഡ്രസ്സ് ഞാൻ ഉപയോഗിക്കില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, വലൈക്കും അസ്സലാം.